ഇറാൻ ആണവ ചർച്ച കാലാവധി നീട്ടി. വാർത്തകൾ വിശദമായി. ഈജിപ്തിലെ സിനായിയിൽ തീവ്രവാദി ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു. ഈജിപ്തിലെ വടക്കൻ സിനായിൽ പോലീസ് സ്റ്റേഷനുകൾക്കും നേരെയുണ്ടായ വൻ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടു. പ്രവിശ്യയിലെ വിവിധ ഇടങ്ങളിൽ ഒരേ സമയത്തായിരുന്നു ആക്രമണം. 70 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ഏറ്റുമുട്ടലിൽ 22 അക്രമികളും കൊല്ലപ്പെട്ടു. രാത്രി വൈകിയും ഏറ്റുമുട്ടൽ തുടരുന്നതായി റിപ്പോർട്ടുണ്ട്. ഹലോ, ഒരുമാതിരി മറ്റേ പണി കാണിച്ചതിന്റെ കയ്യും കാലും വിട്ട് ഞാൻ ചാനലിൽ പോയി നിന്റെ പെണ്ണുമ്പള്ളി പൊക്കുന്നത് കാണുക. അത് സൈമ, ഞാൻ ഒരു അവധിയും കൂടെ തരാം, ഒടുക്കത്തെ അവധി. മറ്റന്നാൾ എനിക്ക് എന്റെ കാശ് കിട്ടണം. ഇല്ലെങ്കിൽ അനന്തൻ സാറേ, പിന്നെ നിങ്ങൾ കാണുന്നത് എന്റെ ഈ മുഖമായിരിക്കില്ല. ആണവ തർക്ക പരിഹാര കരാറിൽ ഒപ്പുവെക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഇറാനും വൻ ശക്തികളും തമ്മിലുള്ള ചർച്ച നീട്ടിവെച്ചു. അപ്പൊ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച കാണാം. ഓക്കെ, then see you. ഞാനിപ്പോൾ എന്താ പറയുക, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനിടയിൽ റോളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒക്കെ ശരിയാവും. ഓക്കെ. ഓർത്തു നമ്മൾ മറന്നു കാലം, ഈറുത്തിൽ ഈ കൈകളാലൊരു പൂവിതൾ പോലും വീണ്ടും എന്തിനെടുത്തു തന്നേരായുധങ്ങൾ നീയും കൊന്നു തിന്നുകയെന്നു ചൂണ്ടി തേരു നീങ്ങുകയാണോ, തേര് നീങ്ങുകയാണോ മായ സകരമേ. എത്ര തവണ ഞാൻ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്ത? അടുക്കളയിലാണ്, ഒരു സാധനവും ഇല്ല. ഞാൻ എന്റെ സിം മാറ്റി, ഇതാ പുതിയ നമ്പർ. ഇങ്ങനെ സിം മാറ്റി വീട് മാറ്റി എത്ര നാൾ ജീവിക്കും? പിന്നെ എന്ത് ചെയ്യണം അതോടി പറ. എന്റെ കുറ്റം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ കടങ്ങളൊന്നും കാലക്കേട്. അവിടുത്തെ ബാങ്കിലെ ലോണൊക്കെ ഒരു സമാധാനമുണ്ട്. ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ടൈം ഫിക്സ് ചെയ്ത് പതുക്കെ അടച്ചു തീർത്താൽ മതി. പക്ഷെ ഇവിടുത്തെ പ്ലേറ്റുകാരുടെ പ്രശ്നമാ. അതൊന്ന് ഒതുങ്ങി കിട്ടിയ തലയൊന്ന് നേരെ നിൽക്കുമായിരുന്നു. അത് പിന്നെ വല്ല ചാനലിൽ ജോലി ചെയ്തിട്ടാണെങ്കിലും നമുക്കൊന്ന് പിടിച്ചു നിൽക്കാം. പക്ഷെ ബ്ലേഡുകാർക്ക് കൊടുക്കേണ്ട ഒരു 10 ലക്ഷം രൂപ അതിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ കിട്ടിയേ പറ്റും. അതിനിപ്പോൾ ഞാൻ ഒരു വഴിയെ കാണുന്നുള്ളൂ. പിള്ളേരുടെ പേരിൽ എന്റെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന മണ്ണ് വിൽക്കണം അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? നടക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നടക്കില്ല. അന്ന് പ്രണയത്തെക്കുറിച്ച് പറഞ്ഞല്ല. 5 കൊല്ലം പ്രണയിച്ച് കെട്ടിയതാണ് ഞാൻ അവളെ. നിങ്ങൾക്കറിയോ, ഗൾഫിൽ ചാനൽ തുടങ്ങാൻ നെട്ടോട്ട് ഓടുമ്പോൾ ഞാൻ പൈപ്പ് വെള്ളമാണ് കുടിച്ചിട്ടുള്ളത്. മിനറൽ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കൂല. അതിന്റെ കാശ് പോലും മിച്ചം വെച്ച് ഞാൻ ഇവ കഴിച്ചു കൊടുക്കും. എന്റെ ഭാര്യയും മക്കളും അനുഭവിക്കാത്ത ഒരു ലക്ഷ്വറി എനിക്ക് വേണ്ട. എന്നെ മോഹിപ്പിച്ചിട്ടില്ല. പക്ഷെ അവളത് മനസ്സിലാക്കിയില്ല. അണ്ണാക്കി എനിക്ക് ഉറപ്പുണ്ട്, ഇപ്പൊ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റിയ ഈ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചുണ്ടാക്കാം. അതിനാണ് ഞാൻ അവളുടെ കാല് പിടിച്ചത്. സമ്മതിച്ചില്ല, സമ്മതിക്കില്ല. തെറ്റിതെനിക്കാണ്. ഇന്നലെ വരെ ജീവിച്ചത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് മക്കം വേണ്ടിയാണ്. അവിടെയാണ് തെറ്റി. എന്നാ നിങ്ങളിടയ്ക്ക് ചോദിച്ചല്ലോ, ഞാൻ ഈ ഫോണിങ്ങനെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന എന്തിനാണെന്ന്. പുതിയ സിമ്മാണ്. ഈ ഫോണിന്റെ നമ്പർ എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ വീട് വിട്ട് ഇറങ്ങി പോന്നിട്ട് ഇപ്പോൾ 2 പകലും 2 രാത്രിയും കഴിയുന്നു. ഇതുവരെ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാനെങ്കിലും ഒരു ഫോൺ കോൾ, ഒരു മെസ്സേജ് ഉണ്ടായിട്ടില്ല, ഉണ്ടാവത്തില്ല. അവളുടെ ഒരു വിളിയോ ഒരു മെസ്സേജോ അത് വന്ന ഉടനെ ഞാൻ തിരികെ പോവും. പക്ഷെ അവളെ വിളിക്കില്ല. അതാണ് പെണ്ണ്.
ഈ നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കൊല്ലട്ടെ? ഞാൻ അടിച്ചു, അണ്ണ ഫിറ്റായി. അയ്യോ അണ്ണാ, അണ്ണ അണ്ണ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതെ. ഓ എന്താണ് സാർ? താൻ നാളെ എൻ്റെ കൂടെ വരുന്നോ? ഒരു ദിവസം അസോസിയേറ്റ് ആർക്കിടെക്റ്റായിട്ട് എൻ്റെ കൂടെ നിന്നാ ചിലപ്പോൾ അത്യാവശ്യം തൻ്റെ കടം വീട്ടാനുള്ള പൈസ എനിക്ക് തരാൻ പറ്റും. നിങ്ങളെ പൈസയൊന്നും എനിക്ക് വേണ്ട, പക്ഷെ ഞാൻ വരും. കാരണം എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങള് കൊള്ളാം.